ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മുട്ട കൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് കൂടിയാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മുട്ട 5 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. 5 മുട്ട ഞാനൊന്ന് ഉപ്പിട്ടൊന്ന് പുഴുകി എടുത്തിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ബൗളെടുക്കാം. ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള വലിയൊരു സവാളയാണ് എടുത്തിട്ടുള്ളത്. 5 മുട്ടയിലേക്ക് വലിയൊരു സവാള എടുക്കുക. ചെറിയ സവാളയൊക്കെ ആണെങ്കിൽ 2 എണ്ണമൊക്കെ എടുക്കുക കേട്ടോ. ഒരു മീഡിയം വലിപ്പമുള്ളതാണെങ്കിൽ 2 എണ്ണം എടുക്കണം. അപ്പോൾ ഇതാ സവാള നല്ല ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു പച്ചമുളകാണ്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ അളവിൽ വേണമെങ്കിൽ വ്യത്യാസം വരുത്താം. ഇത് നല്ല എരിവുള്ള ഒരു മുളകാണ്, അതുകൊണ്ട് ഞാൻ 1 മാത്രം ചേർത്ത് കൊടുക്കുന്നു. പിന്നെ ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവ് ഉപ്പും ഒക്കെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഒരു പച്ചമുളക് ചേർത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട നമ്മൾ ഉപ്പിട്ടിട്ടാണ് പുഴുങ്ങിയത്. നിങ്ങൾ ഉപ്പിടാതെയാണ് പുഴുങ്ങുന്നതെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഈ ഒരു സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരിഞ്ജീരകത്തിൻ്റെ പൊടിയില്ലെങ്കിൽ ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഞാൻ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. ഒക്കെ ടീസ്പൂണാണ് കേട്ടോ ചേർക്കുന്നത്. പൊടികളുടെ അളവ് ഒരുപാട് കൂടി പോകണ്ട, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ 5 മുട്ട എടുത്തപ്പോഴുള്ള കണക്കാണ് ഈ എല്ലാ ചേരുവകളും പറയുന്നത്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർക്കുന്നുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കറിവേപ്പിൻ്റെ ഒരു 2 തണ്ടോളം നല്ല കുഞ്ഞാക്കി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഉപ്പൊക്കെ ചേർക്കുമ്പോൾ സവാളയിൽ നിന്ന് ഒരല്പം വെള്ളമൊക്കെ ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതെല്ലാം കൂടി ഞെരടി ഈ പൊടികളും ഒരു സവാളയൊക്കെ നന്നായി ഞെരടി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്കൊന്ന് കലക്കിയെടുക്കണം. കലക്കിയെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് ലൂസാകാൻ പാടില്ല കേട്ടോ. ഇതെല്ലാം പാട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. ഇത് 250 ml കപ്പിൽ തന്നെയാണ് 1 കപ്പ് വെള്ളം ഞാൻ ആ പാത്രത്തിലേക്ക് അളന്നെടുത്തിട്ടുള്ളത്. അതിലൊരു കപ്പ് വെള്ളമാണ് കൊള്ളുക കേട്ടോ. അപ്പോൾ ഇത് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഒരു ഫുള്ള് വെള്ളവും ആവശ്യമായി വരില്ല. ഒരുപാട് ലൂസ് ബാറ്റർ നമുക്കിതിലേക്ക് ആവശ്യമല്ല. അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അല്പമായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും വെള്ളം മതിയാകും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ആരെങ്കിലും സ്നാക്ക് റെഡിയാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇഫ്താർ സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഒരുപാട് മുട്ടയൊന്നും നമുക്ക് കഴിക്കാൻ കിട്ടൂല. കുറച്ച് മുട്ട കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്നാക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി മതി കേട്ടോ. ഇത്രയും മതി. ഇനി ഒരു 1/4 കപ്പ് വെള്ളമോളം ഇതിൽ അധികം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇനി ആവശ്യമില്ല. 3/4 കപ്പ് വെള്ളമാണ് നമുക്കിതിലേക്ക് ആവശ്യമായി വന്നത്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 പിഞ്ച് അപ്പസോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതായത് സോഡാപ്പൊടി. ഇപ്പോൾ സോഡാപ്പൊടി കയ്യിലില്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ആണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് സോഡാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് എല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇത്രേ ഉള്ളൂ. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇനി കോഴിമുട്ട ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഒരു കോഴിമുട്ടയെ 4ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. 4ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ഒരാളിപ്പോൾ ഒരു 4-5 എണ്ണമൊക്കെ കഴിക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് മുട്ടയുടെ അളവ് നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ എന്താ പറയുക, കഴിക്കാൻ ഒരുപാട് മുട്ട അങ്ങനെ കഴിക്കാൻ കിട്ടൂല. അപ്പോൾ കുറച്ച് അളവിൽ തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് സ്നാക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുറച്ച് മുട്ട മതി, ഒരുപാട് സ്നാക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒരു മുട്ട ഇതുപോലെ 4ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇനി മുട്ട കൂടുതൽ കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു മുട്ടയെ 2ആക്കി കട്ടാക്കിയിട്ട് എടുത്താലും മതിയാകും കേട്ടോ. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്, നിങ്ങളുടെ എങ്ങനെയാണോ നിങ്ങൾക്ക് താല്പര്യം അതിനനുസരിച്ചിട്ട് മുട്ട എങ്ങനെ കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അങ്ങനെ കട്ട് ചെയ്യുക കേട്ടോ. 2ആയിട്ടോ അല്ലെങ്കിൽ 4ആയിട്ടോ ഒക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിതുപോലെ 4ആയിട്ട് കട്ട് ചെയ്ത് മുഴുവനായും കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഇതുപോലെ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വെളിച്ചെണ്ണ മതിയെങ്കിൽ വെളിച്ചെണ്ണയും യൂസ് ആക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഓയിൽ ഒഴിച്ചിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ചൂടാവണം. നന്നായി ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക.
ഇത് നമ്മൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ മുട്ട ബജ്ജിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യുന്നത്. ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക, എന്നാൽ ലോയിലും അല്ല എന്നാൽ ഹൈയിലും അല്ല, മീഡിയത്തിൻ്റെ ലോയിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ. ചൂട് കൂടുന്നതനുസരിച്ച് മീഡിയത്തിൽ നിന്ന് ഒരല്പം കുറച്ച് കൊടുക്കാനും ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു മുട്ട എടുത്ത് വെക്കുക. ഒരു മുട്ടയുടെ പീസ് മാവിലേക്ക് ഇട്ടിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് കോട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മുട്ട ബജ്ജിയാണ്. ഇതിലേക്ക് ഉള്ളിയൊക്കെ ചെല്ലുമ്പോൾ നല്ല അടിപൊളി നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇപ്പം നിങ്ങൾക്ക് കൈ കൊണ്ട് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ ഒരു പീസ് എടുത്ത് നമ്മൾ മാവിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ സ്പൂണ് കൊണ്ട് കോരിയിട്ട് എണ്ണയിലേക്കും ഇട്ട് കൊടുക്കാം. ഈ രണ്ട് രീതിയിലും നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഈസി ആയിട്ട് തോന്നുന്നത് ആ രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഒരു ഭാഗം ആകുന്ന സമയത്ത് മാത്രം ഇത് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുട്ട ബജ്ജി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലും വെക്കരുത്, എണ്ണയുടെ ചൂടൊന്ന് നോക്കുക. അതുപോലെ തന്നെ ഇട്ട് ഉടനെയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് വിടരുത്. അപ്പോൾ ഇതിൻ്റെ കോട്ടിംഗ് ഒക്കെ ഇളകി പോയിട്ടാണ് ഇത് പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് പേടിക്കാതെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണ് മുട്ട കൊണ്ടുള്ള നമ്മുടെ ഈ ഒരു അടിപൊളി വെറൈറ്റി മുട്ട ബജ്ജി. അപ്പോൾ ആദ്യത്തെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് ഇഫ്താർ സ്നാക്കായിട്ടും ഉപയോഗിക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടൊരു സ്നാക്കാണ് കേട്ടോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോ, എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ മുഴുവനും ഞാനിവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യുക കേട്ടോ. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.